അല്ല, ആരിത് ടിൻഡുമോനോ? കണ്ടിട്ടെന്ത് തോന്നുന്നു? എന്താ കാലത്ത് തന്നെ വിശേഷിച്ചു? ഓ, നമുക്കെന്ത് വിശേഷം? വിശേഷമൊക്കെ നിങ്ങൾക്കല്ലേ? അല്ല, ടിൻഡുമോന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നത് ഇന്നലെയല്ലേ? അതൊരു വിശേഷം അല്ലേടാ ടിൻഡു? അച്ഛൻ ഗൾഫിലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആകപ്പാടെ എനിക്ക് കൊണ്ടുവന്നത് എന്താന്നറിയാമോ? ഒരു കമ്പ്യൂട്ടർ, ഒരു മൊബൈൽ ഫോൺ, വെറും 7 കൂട്ടം ഡ്രസ്സ്, ഒരു പാക്ക് പേന, 4 ബോക്സ് ചോക്ലേറ്റ്, ഒരു ഗെയിം സെറ്റ്, പിന്നെ കുറെ കാറും വിമാനവും കുന്തും കൊടച്ചക്രവും. വേറൊന്നും കൊണ്ടുവന്നില്ല. ചിഞ്ചുവിന് കുറെ സാധനങ്ങൾ കൊണ്ടു കൊടുത്തു. ഒരു മിടിയും ഒരു ടോപ്പും. പിന്നെ നിനക്ക് എന്ത് വേണമായിരുന്നു? ആവശ്യത്തിനുള്ളതെല്ലാം ആയല്ലോ. ഉണ്ടയിട്ട് പൊട്ടിക്കാൻ പറ്റിയ ഒരു തോക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കേട്ട ഭാവല്ല. അമേരിക്കയിലെ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികള് കാട്ടിക്കൂട്ടുന്നത് വായിക്കുമ്പോ കൊതിയാവുക മനുഷ്യന്. ഇത് പറയാനാണോ ടിൻഡുമോൻ രാവിലെ തന്നെ വന്നത്? അയ്യോ ചേട്ടാ, അത് ഞാൻ മറന്നു. 4 ചോക്ലേറ്റ് ഇവിടെ തരാ അച്ഛൻ പറഞ്ഞു. 4 ചോക്ലേറ്റോ? അമ്മേ, ചോക്ലേറ്റ് എന്ന് കേട്ടപ്പോ തന്നെ എന്തൊരു ആക്രാന്തം. കൈ കിട്ടിയ എന്താവും സ്ഥിതി? എന്നിട്ട് കുട്ടികളെ കുറ്റം പറയും. 4 ചോക്ലേറ്റ് എനിക്ക് സമ്മാനമായിട്ട് തരാൻ അച്ഛൻ പറഞ്ഞോ? എന്റെ അച്ഛൻ എന്താ പ്രാന്തുണ്ടോ? അങ്കിളിന് 4 ചോക്ലേറ്റ് സമ്മാനം തരാൻ? ഇതേ അങ്കിളിന്റെ മക്കൾക്കുള്ളതാ. 2 എണ്ണം അനുവിന്, 2 എണ്ണം മനുവിന്. ഏതായാലും സമ്മാനവുമായിട്ട് വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കഴിച്ചിട്ട് പോവാം. വേണ്ട അങ്കിൾ, ചായ കഴിച്ചാ പ്രശ്നമാ. അങ്കിള് ബുദ്ധിമുട്ടും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഇപ്പൊ ചായ എടുക്കാം. വേണ്ട അങ്കിൾ, ചായ കഴിച്ചാ എനിക്ക് ചോക്ലേറ്റ് തിന്നാൻ തോന്നും. എന്താണെന്നറിയില്ല, ഞാൻ ജനിച്ചപ്പോഴേ അങ്ങനെയാ. വല്ല അസുഖാണോ അങ്കിൾ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ചായ കഴിച്ചതാ, ഉടനെ 4 ചോക്ലേറ്റ് തിന്നു. എടാ, അത് അസുഖമൊന്നുമല്ല. വേണമെങ്കിൽ ചായ എടുക്കാം, വീട്ടിൽ പോയിട്ട് ചോക്ലേറ്റ് കഴിച്ചാൽ മതിയല്ലോ. അതല്ലേ അങ്കിളിന് ബുദ്ധിമുട്ടാവൂന്ന് പറഞ്ഞത്. വീട്ടില് ചോക്ലേറ്റ് തീർന്നു. ഇനി അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ചായ എടുത്തോളൂ. ഞാൻ ഇപ്പോഴാ ഓർത്തത്, പഞ്ചസാര തീർന്നു. പഞ്ചസാരക്കൊക്കെ എന്താ വിലയല്ലേ അങ്കിൾ? പഞ്ചസാര വേണമെന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. പക്ഷേ എടാ, ഗ്യാസ് രാവിലെ തീർന്നു. ഷോ, അല്ലെങ്കിലും ഗ്യാസിന് വില കൂടിയെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വിറക് കത്തിച്ചാ മതിയെങ്കിൽ. വിറക് നനഞ്ഞു പോയടാ. എന്നാ പിന്നെ ശരി, അച്ഛനോട് പറഞ്ഞേക്ക് സമ്മാനമായി തന്ന 4 ചോക്ലേറ്റിന് നന്ദി പറയാൻ ഞാൻ വൈകിട്ട് വരുന്നുണ്ടെന്ന്. ഛേ, ആ അങ്കിൾ എന്നെക്കാളും ഭയങ്കരനാണല്ലോ. എന്താ കാര്യം? അത് പിന്നെ അങ്കിൾ, അച്ഛനോട് താങ്ക്സ് പറയാനായി മാത്രം അങ്കിള് വീട്ടിൽ വരണമെന്നില്ല. അങ്കിള് 4 ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞതായി ഞാൻ പറഞ്ഞോളാം. എന്താടാ, നീ ഇനിയും പോയില്ലേ? അതെ, അങ്കിള് വൈകിട്ട് വീട്ടിൽ വന്ന് 4 ചോക്ലേറ്റിന് താങ്ക്സ് പറയാൻ തീരുമാനിച്ചു അല്ലേ? അതെ, ഞാനത് തീരുമാനിച്ചതാണ്. അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ? കുഴപ്പമില്ല, ഞങ്ങളൊക്കെ പഴയ ആളുകളല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്കിൾ വൈകിട്ട് വീട്ടിൽ വന്ന് താങ്ക്സ് പറയുമ്പോ 8 ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞൂടെ? ഹലോ, ഗുണ്ട ബിനു സ്പീക്കിംഗ്. കൈവെട്ട് കാൽവെട്ട് എല്ലൊടിക്കൽ ഏത് വേണമെങ്കിലും പറഞ്ഞോ. അതെ, 2 കാലൊടിക്കുന്ന കൊട്ടേഷന് ഒരു കൈ ഫ്രീ ആയി ഒഴിച്ചു കൊടുക്കും. തട്ടിക്കൊണ്ടുപോയി പെരുമാറുന്നതിന് 999 ഓൺലി. ഗുണ്ടബിനുവാ പറയുന്നത്, ഗുണ്ടബിനു. 10 ആള് വന്നാ പുല്ല. ഗുണ്ടബിനുവിന് പുല്ല്. സോറി ഡാർലിംഗ്. എടി ഭാര്യയെ, ഞാൻ ആളറിയാതെ ഇനി എന്തോന്ന് കാര്യം? കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് വീടും മുറ്റവും അടിച്ചുവാരി പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ച് ചോറും കൂട്ടാനുണ്ടാക്കി തുണിയും കഴുകി നിലവും തുടച്ച് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ജോലിക്കിറങ്ങിയത്? അത് ശരി. വിളിച്ചുണർത്തി കാപ്പി തരാതെ പോയതിനാണോ? എന്റെ കൂടെയുള്ള പൊറുതി മതിയാക്കിയാണെന്നോ? ഹലോ
ഹലോ ഹലോ ഹലോ കട്ടായി. BP കൂടുതലാണല്ലേ? എടാ ഇങ്ങനെയുള്ള വർത്താനം കേട്ടാ പിന്നെ BP കൂടാതെ എന്ത് ചെയ്യും? ആ BP അല്ല, ഇത് BP. ഭാര്യയെ പേടി, അത് കൂടുതലാണല്ലേ? ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലോ തട്ടിക്കളയാൻ ഞാൻ. ഒന്ന് ചുമ്മാ ഇരി ചേട്ടാ, ഒരു തട്ടുകാരൻ വന്നിരിക്കുന്നു. ആട്ടെ, ഭാര്യ ആരുടെ കൂടെയാ ഓടിപ്പോയത്? അറിയില്ലടാ, ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പേടിക്കാതെ, ആളെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. ഹലോ, ഭ്രാന്താസ്പത്രിയാണോ? അതെ, ഇന്ന് രാവിലെ ആരെങ്കിലും അവിടുന്ന് ചാടിപ്പോയിട്ടുണ്ടോ? ഓക്കെ, ശരി ശരി. എടാ എന്റെ ഭാര്യ ഒളിച്ചോടിയതിന് നീ എന്തിനാടാ ഭ്രാന്താശുപത്രിയിൽ വിളിച്ച കാര്യം തിരക്കിയത്? എന്റെ ചേട്ടാ, ചേട്ടന്റെ ഭാര്യയെ കൊണ്ട് സ്വബോധമുള്ള ആരെങ്കിലും ഒടിച്ചോടുവോ? ആ, നീ പറഞ്ഞതൊരു വാസ്തവമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഓ, അല്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ അങ്ങ് തട്ടിക്കളഞ്ഞേനെ. ഈ ഗുണ്ടബിനി ഒരു പേടിത്തൊണ്ടനാണെന്നാ നാട്ടാര് പറയുന്നേ. അത് നേരാണോ ചേട്ടാ? എടാ എന്റെ പ്രവർത്തന മേഖലയുടെ ഉള്ളറകൾ അവരുടെ ചേട്ടോ, മലയാളത്തിൽ പറഞ്ഞാ മതി. എടാ കഴിഞ്ഞ ആഴ്ച തട്ടിയത് 7 എണ്ണത്തിനെ, അതും ഒറ്റ കൊട്ടേഷനില്. അതൊന്നും ഈ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അവർക്ക് എന്നെ ഒരു പേടിയില്ലാത്തത്. ഈ പുളുവടി കുണ്ടേ കൊണ്ട് ഞാൻ തോറ്റ എന്റെ ദൈവമേ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് 7 എണ്ണത്തിന് 140 ഉലുവ. ഈ പട്ടിപിടുത്തം താൻ ഇനിയും നിർത്തിയില്ലടേ. നീ ഇതാരോടും പറയരുത്. മാനം പോയിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. ആ, ഇല്ലാത്ത മാനം ഞാനായിട്ട് കൂക്കുന്നില്ല. അല്ല, ചേട്ടന്റെ വീട്ടിൽ 3 പട്ടിക്കുട്ടികളുണ്ടെന്ന് കേട്ടു. അതെ, 3 എണ്ണം ഉണ്ട്. അൾസേഷനാ. ചേട്ടൻ എത്ര കുട്ടികളുണ്ട്? എനിക്കും 3 കുട്ടികൾ. 3 3 6 കുട്ടികൾ. ചേട്ടൻ അൽസേഷനാണോ? വേണ്ട വേണ്ട, ഡാ ടിൻഡുമോനെ, നീ എല്ലാവരെയും നാക്കുകൊണ്ട് ചൊറിയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് കളി വേണ്ട. അൽസേഷനായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉശിരി കണ്ടേനെ. ടാടാ, നീ എന്താടാ പറഞ്ഞത്? ഞാൻ ആരാണെന്നാടാ നീ കരുതിയത്? നാട് വിറപ്പിക്കുന്ന ഈ ഗുണ്ടബിലുവിനെയാണോടാ നിന്നെ പോലെ ഒരു പീക്കിരി പയ്യൻ വന്ന് ഞോണ്ടുന്നത്? ഞാൻ ഈ കയ്യൊന്ന് നിവർത്തിയാലുണ്ടല്ലോ, നീ ഇവിടുന്ന് പറക്കും. നീലന്തോടാതെ പറക്കും. ദേ, ഒളിച്ചോടി പോയ ചേട്ടന്റെ ഭാര്യയായിരുന്നു. അയ്യോ, ഇത്രേ ഉള്ളു കാര്യം. BP കൂടിയ ഏത് ഗുണ്ടയും പറക്കും. ദൈവമേ, ഗുണ്ടബിനുവിന്റെ ഭാര്യയോടൊപ്പം ഒളിച്ചോടിയവൻ എവിടെ ആയാലും ജീവിച്ചിരുന്നാ മതിയായിരുന്നു.